തെരഞ്ഞെടുപ്പിൽ ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം വി എസ് അച്യുതാനന്ദനെ എത്രയോ കാലം ഇടതുമുന്നണി ഉയർത്തിക്കാട്ടി. വി എസിനെ ഒതുക്കാനായിട്ട് പിണറായി പക്ഷം എല്ലാ ശ്രമം നടത്തുമ്പോഴും പിണറായി പക്ഷക്കാരുടെ മണ്ഡലങ്ങളിൽ പോലും വി എസിൻ്റെ ഫ്ലെക്സ് വെച്ച് വോട്ട് പിടിച്ചു എന്നുള്ളതാണ്. അതെ, ആ ഒരു സമയത്താണ് ഇനി അടുത്ത ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ ഈ പിണറായി വിജയൻ്റെ ഒരു ഫ്ലെക്സ് വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നു. അതിന് ഭയമല്ലേ പലപ്പോഴും? പിണറായി വിജയൻ്റെ അല്ലാതെ പിന്നെ ആരുടെ പടം വയ്ക്കും എന്നുള്ളൊരു മറുചോദ്യം അവിടെ ഉണ്ട്. വേറെ ആരുടെ പടം വയ്ക്കാൻ CPM ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ പിണറായി വിജയൻ്റെ പടം വെച്ച് കഴിഞ്ഞാൽ തിരിച്ചടി ഉണ്ടാകും. തിരിച്ചടി ഉണ്ടാകുമെന്ന് അവർക്ക് തന്നെ അറിയാം. ഇപ്പോൾ സാർ സൂചിപ്പിച്ച പോലെ പിന്നെ ഇടതായാലും വലുതായാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും എല്ലാ കാലത്തും കേരളത്തിൽ നമ്മൾ കഴിഞ്ഞ കുറേ കാലത്ത് ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു നേതാവ്, അതായത് ഒരു ലെജൻഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു നേതാവ് ആയിരിക്കും ആ തെരഞ്ഞെടുപ്പിനെ നയിക്കുക. അദ്ദേഹത്തിൻ്റെ പിന്നിലായിരിക്കും തെരഞ്ഞെടുപ്പ് ഓടുന്നത്. ഇപ്പോൾ CPM സംബന്ധിച്ചിട്ടാണെങ്കിൽ EMS, അതിനുശേഷം MP രാഘവൻ, ഗൗരിയമ്മ, EK നായനാർ എന്നതിൻ്റെ ഏറ്റവും അവസാനം നമ്മുടെ ഈ VS അച്യുതാനന്ദൻ വരെയുള്ള ഒരു നേതൃനിരയുണ്ടായിരുന്നു. അവരുടെയൊക്കെ പടം വയ്ക്കുമായിരുന്നു. അവരുടെ പടം വയ്ക്കുമായിരുന്നു. മാത്രമല്ല അവരായിരുന്നു എല്ലാ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലെയും ഹീറോ. അവരെയാണ് എല്ലായിടത്തും എല്ലാ മണ്ഡലത്തിനും ആവശ്യപ്പെടുന്ന അവരെയാണ്. VS റെസ്റ്റ് ഇല്ലാതെ എത്രയോ തവണ അങ്ങോളം കേരളത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ വളർന്നു വന്ന് അധികാരത്തിൽ വന്നൊരു പാർട്ടിയാണ് CPM. കോൺഗ്രസും മറുഭാഗത്തുണ്ട്. പക്ഷേ നമുക്ക് ഈ CPMൻ്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ കാര്യത്തിലേക്ക് നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന നിലവിലെ മുഖ്യമന്ത്രി അങ്ങനെ ഒരു ജനകീയനാണോ എന്നൊരു ചോദ്യം നമ്മൾ ആദ്യം ഉന്നയിക്കേണ്ടത്. പക്ഷേ ഇതിനിടയ്ക്ക് വേറൊരു കാര്യം പറഞ്ഞിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡിൽ പോലും അവിടെ സ്ഥാനാർത്ഥികളോടൊപ്പം പിണറായിയുടെ പടം വെച്ചിട്ടില്ല. മറിച്ച് NDA സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഈ നരേന്ദ്രമോദിയുടെ പടം, അമിത്ഷായുടെ പടവും ഒക്കെ വെച്ചുകൊണ്ടാണ് ഫ്ലെക്സ് അടിച്ചത്. അല്ല, അതാണ് കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് ജനകീയനല്ല. അദ്ദേഹം ഒരു പാർട്ടിക്കാരനാണ്. 100% 110% പാർട്ടിക്കാരനെന്ന് നമുക്ക് അദ്ദേഹത്തെ പറയാം, സമ്മതിക്കാം. പക്ഷെ ഒരിക്കലും അദ്ദേഹം ജനകീയം എന്ന് പറയാൻ കഴിയില്ല. കാരണം നമുക്ക് ഈ ഇദ്ദേഹം ഇപ്പോൾ 10 വർഷമായിട്ട് ഭരിക്കുകയാണല്ലോ. അതിൻ്റെ ഒരു ഇത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിൽ വലിയൊരു ഓളം ഉണ്ടായൊരു കാലഘട്ടമായി. ഈ മൂന്നാറ് ഈ പറഞ്ഞ അതൊക്കെ ഭൂമി പിടിച്ചെടുക്കുന്ന അടക്കമുള്ള വലിയ വിഷയങ്ങൾ അദ്ദേഹം നടത്തുകയും ഒരു ജനകീയ പരിവേഷം നേടുകയും ചെയ്തിട്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് പിന്നെ കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്. ആ സമയത്ത് പാർട്ടി സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ. അപ്പോൾ പൊതുവേ ആ പിന്നെ പീരീഡ് തീരുമ്പോൾ എല്ലാവരും പ്രതീക്ഷ എന്താ, ഒരു തുടർ ഭരണം CPM ഉണ്ടാവും. അന്ന് ഉണ്ടാവേണ്ടതായിരുന്നു 2011. തീർച്ചയായിട്ടും. കാര്യം ആളുകൾ അന്ന് വോട്ട് ചെയ്തു CPMന് വേണ്ടി, VS അച്യുതാനന്ദന് വേണ്ടി അന്ന് വോട്ട് ചെയ്തു. പക്ഷേ പാർട്ടി തന്നെ ഇടപെട്ട് ചില മണ്ഡലങ്ങളിൽ പാർട്ടിയെ തോൽപ്പിച്ചു. പാർട്ടി ഇടപെട്ട്, അതായത് ഇന്നത്തെ മുഖ്യമന്ത്രിയല്ല അന്നത്തെ പാർട്ടി സെക്രട്ടറി ഇടപെട്ട് തോൽപ്പിച്ചു. എന്താണ്, VS വീണ്ടും എന്ത് ചെയ്യരുത്, മുഖ്യമന്ത്രി ആവരുത്, പാർട്ടിക്ക് അങ്ങനെയുള്ള ഭരണം വേണ്ട, അയാളുടെ തോളത്തേറി വേണ്ട എന്നൊരു തീരുമാനം കടുത്ത ഗ്രൂപ്പ് വരെ നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോഴാണ് ഉമ്മൻചാണ്ടി 2011 അധികാരത്തിൽ. വളരെ നേരിയൊരു അതാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് പറഞ്ഞത്, തോറ്റു കൊടുത്താണ്. ചില മണ്ഡലങ്ങളിൽ അത് കണക്ക് നമ്മൾ ചർച്ച ചെയ്തതാണ്. ചില മണ്ഡലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ വോട്ട് മറിച്ച് സഹാക്കളുടെ വോട്ടിനെ മറിച്ചു കൊടുത്ത് മറ്റവരെ ജയിപ്പിച്ച് ആ ഭരണത്തെ അട്ടിമറിക്കുകയായിരുന്നു. വലിയ നിരാശ അന്ന് കേരളത്തിൽ ജനങ്ങൾക്കുണ്ടായി. കാരണം ഒരു തുടർ ഭരണം അന്ന് VSന് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന കേരളം ആയിരിക്കില്ല ഒരു പക്ഷേ ഉണ്ടാവുക. കുറച്ചുകൂടി നല്ല വികസനവും നല്ല രീതിയിലുള്ള ഭരണവും ഉണ്ടാവുമായിരുന്നു. ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്ന് 5 വർഷം ഇരുന്ന സമയത്താണ് ഈ സരിതാ പ്രശ്നവും മറ്റും മറിച്ചൊക്കെ വരുന്നത്. അഴിമതിയും വലിയ അഴിമതി അന്ന് കോൺഗ്രസ്സുകാരെ വന്നല്ലോ. ഈ സമയത്ത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് 2016 തെരഞ്ഞെടുപ്പിൽ അങ്ങേക്ക് ഓർമ്മയുണ്ടാവും, VS ആയിരുന്നു അന്നും തെരഞ്ഞെടുപ്പ് നയിച്ചിരുന്നത്. പിണറായി വിജയൻ ആയിരുന്നില്ല. VS പിന്നെ മിക്ക മണ്ഡലങ്ങളിലും എത്തുമായിരുന്നു. മിക്ക മണ്ഡലങ്ങളും VSന് വേണ്ടിയിട്ട് ഓരോ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ ക്യൂ നിൽക്കുകയായിരുന്നു. തീർച്ചയായിട്ടും. അപ്പം അദ്ദേഹം ഈ പറഞ്ഞ ആരോഗ്യം പരിഗണിക്കാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 100 കണക്കിന് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ അദ്ദേഹം പ്രസംഗിക്കുക മാത്രമല്ല, ഉമ്മൻചാണ്ടിക്കെതിരെയും കോൺഗ്രസിന് അതിരൂക്ഷ വിമർശനമാണ് ആ കാലഘട്ടത്തിൽ VS നടത്തിയിട്ടുള്ളത്. അങ്ങനെ VSനെ മുന്നിൽ നിർത്തി അന്ന് തെരഞ്ഞെടുപ്പ് നടത്തുകയും ജയിച്ചപ്പോൾ VSനെ മൂലക്കിരുത്തി ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനാക്കി ചുളുവിൽ മുഖ്യമന്ത്രിയായ ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ അന്നത്തെ തെരഞ്ഞെടുപ്പ് വിജയം പിണറായി വിജയന്റെ ഒരു നേട്ടമല്ല, തീർച്ചയായിട്ടും ഇദ്ദേഹം കൊടുത്ത ഒരു വിജയമാണ്, VS കൊടുത്തൊരു വിജയമാണ്. അവിടെ VSനെ അട്ടിമറിച്ചുകൊണ്ട്
ഇദ്ദേഹം മുഖ്യമന്ത്രിയായി. എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ ഇതൊക്കെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതായിരിക്കണം. കാരണം ഏറ്റവും ദീർഘകാലം CPMന്റെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഒരാളാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പാർട്ടിയുടെ നെല്ലും പതിരും അറിയാം, പാർട്ടിയുടെ പൾസ് അദ്ദേഹത്തിന് അറിയാം. ബ്രാഞ്ച് മുതൽ സംസ്ഥാന സെക്രട്ടറി വരെയുള്ള പാർട്ടി എങ്ങനെ പ്രവർത്തിക്കുന്നു അദ്ദേഹം. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു കമാൻഡിങ് ഓഫീസറുടെ രീതിയിലാണ് അദ്ദേഹം ഈ പാർട്ടി സാക്കൾ അദ്ദേഹം കൈകാര്യം ചെയ്തത്. കാര്യം ഭയങ്കര കർക്കശക്കാരനായിരുന്നു. നടപടി എത്രയും പെട്ടെന്ന് എന്ത് ഉണ്ടായാലും നടപടി വളരെ ഉടനാണ്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയവും ഈ പറഞ്ഞ ഒരു സ്വഭാവത്തിൻ്റെയൊക്കെ മഹിമ കൊണ്ട് പാർട്ടിക്കാർക്ക് ഇദ്ദേഹത്തെ പേടിയായിരുന്നു, പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത്. അങ്ങനെ പാർട്ടിയെ മൊത്തത്തിൽ കൈയടക്കി വെച്ചതിന് ശേഷമാണ് അദ്ദേഹം എല്ലാവരും എൻ്റെ അധികാരത്തിന് കീഴിൽ വന്നു എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് VS പിൻവലിച്ച് ഇദ്ദേഹം തന്നെ ചെയ്തത് മുഖ്യമന്ത്രിയായിട്ട് 2016 വരുന്നത്. ആ 5 വർഷം അദ്ദേഹത്തിന് ഭരണത്തിൽ 2 പ്രധാനപ്പെട്ട സംഭവങ്ങളാണെന്ന് കേരളത്തിന് ഉലച്ച സംഭവങ്ങൾ. ഒന്ന് ഈ പ്രളയം. ആ പ്രളയം ഇവർ തന്നെ ഉണ്ടാക്കിയാണെന്ന് പറയുന്നുണ്ട്, ഇല്ലയെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ചർച്ചകൾ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. ആ പ്രളയത്തെ തുടർന്നുണ്ടായ കോവിഡ് മഹാമാരി, ഇതിനിടയ്ക്ക് ഒരു ഓഖി എന്ന് പറയുന്ന ഒരു വിഷയം ഈ ഇടയിലുണ്ടായിരുന്നു. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ വലിയ തോതിൽ അനുകൂല സാഹചര്യമാക്കി മാറ്റി. ആ സമയത്ത് ഇദ്ദേഹം ഈ 2024 തെരഞ്ഞെടുപ്പുണ്ടല്ലോ, ഇതിന് തൊട്ടുമ്പോൾ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് സമയത്ത് പലരും പ്രതീക്ഷിച്ചിരുന്നത്, കോൺഗ്രസ് പോലും പ്രതീക്ഷിച്ചിരുന്നത് UDF അധികാരത്തിൽ വരും എന്നാണ്. പക്ഷേ അധികാരത്തിൽ വന്നില്ല. വരാത്തതിൻ്റെ കാരണം എന്താ? പിണറായി വിജയൻ്റെ ഭരണമുഖം കൊണ്ടൊന്നുമല്ല. 5 വർഷം പിണറായി ഭരിച്ചുകൊണ്ടല്ല ജനം പിണറായിക്ക് വോട്ട് ചെയ്യും. ഇപ്പോൾ അവർ പ്രചരിപ്പിക്കുന്നത് അങ്ങനെയാണ്, പിണറായിയുടെ സദ്ഭരണം കണ്ട് ജനം വോട്ട് ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. അതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, കോവിഡ് ഉണ്ടാക്കിയ ഒരു വല്ലാത്തൊരു സാഹചര്യമുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വലിയ പ്രതിസന്ധിയാണ്. സമ്പന്നർ പോലും അവർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം. ലോകമാകെ വിറങ്ങലിച്ചെന്ന ഒരു കാലഘട്ടമായിരുന്നു കോവിഡ് കാലഘട്ടം എന്ന് പറയുന്നത്. നമുക്കപ്പോൾ അത് ഓർക്കുമ്പോൾ പോലും നമുക്ക് പേടിയാണ്. ആ ഒരു വല്ലാത്തൊരു കാലഘട്ടമാണ്. ആ സമയത്ത് ഈ ജനങ്ങൾ ഈ കോവിഡ് പടരാതിരിക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു ബ്രീഫിംഗ് നടത്തുമായിരുന്നു മീഡിയയോട്. അതെ. കാരണം എന്തൊക്കെയാണ് നിങ്ങൾ പ്രതിരോധം സ്വീകരിക്കേണ്ടത്, സർക്കാർ എന്തൊക്കെ ചെയ്യുന്നു, മരണപ്പെടാതിരിക്കും എന്തൊക്കെ ചെയ്യണം, കോവിഡ് സംഖ്യകളൊക്കെ. അതെ, ഇതിൻ്റെ സംഖ്യകളൊക്കെ പറയാം, മരണക്കണക്കുകളൊക്കെ പറയാം. ഒരു ഘട്ടം കഴിഞ്ഞാൽ മരണക്കണക്ക് അവർ വിട്ടു. കാര്യം അറിയാമോ? കേരളത്തിൽ മഹാരാഷ്ട്ര ഇന്ത്യയിൽ മഹാരാഷ്ട്ര ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് കേരളത്തിലാണ്. 70,000 ആളുകളെന്ന് മരിച്ചു കോവിഡ്. പക്ഷെ ആ മരണത്തെ അതിവിദഗ്ധമായിട്ട് അവർ മറച്ചു വെച്ചു. ആ മരണത്തിന്റെ സംഖ്യ ഒരിക്കലും വെളിവിട്ടില്ല, ഇത്രയും വലിയ ആളുകൾ മരണപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ KK ശൈലജ നടത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആളുകൾ വേറെ ചെയ്യാൻ നിർത്തിയില്ലല്ലോ, പുറത്തങ്ങ് നിർത്തിയില്ല. അപ്പോൾ അവരും ചെയ്തു, കൃത്യമായി കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ പിണറായിയുടെ PR ടീം രംഗത്തിറങ്ങി അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് നമുക്ക് അപകടമാണ്, ഈ സ്ത്രീയെ മാറ്റി CM എന്ത് ചെയ്യണം, ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം വന്നിട്ട് ഈ 6 മണിക്കുള്ള പത്രസമ്മേളനം നടത്താൻ തുടങ്ങി. അവിടെ എന്താണ്, ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതിന് മുമ്പ് ചൂട് കൂടുതലാണോ നോക്കണം, തൊട്ട് നോക്കണം, കുട്ടികൾ ഉറങ്ങുമ്പോഴത്തേക്ക് പുതപ്പ് മൂടി കൊടുക്കാൻ മറന്നു വരുത്, കൈ കഴുകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഇദ്ദേഹം കൊടുത്ത് ജനത്തിന് വേറെ എങ്ങും പോകാനില്ലല്ലോ. ഇയാളുടെ ഈ പരിപാടി കണ്ട് സ്ത്രീകൾക്ക് ഒരു പ്രതിപത്തി മുഖ്യമന്ത്രിയോട് ഉണ്ടായി. കാരണം ഇത്ര കെയർ ചെയ്യുന്നൊരു മനുഷ്യനാണല്ലോ ജനങ്ങളെക്കുറിച്ച് എന്നുള്ള തോന്നൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലും ഇവരെ കൊണ്ട് മാത്രമേ ഈ പ്രതിസന്ധി മുന്നോട്ട് ഇല്ലാതാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം കൊണ്ടുമാണ് ഈ ജനങ്ങൾ എന്ത് ചെയ്തത്, 21 തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ വോട്ട് ചെയ്തത്. 26 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇതാണ് പിണറായിക്ക് ഏറ്റവും വലിയ ടെസ്റ്റ് എന്ന് പറയുന്നത്. പിണറായി എന്ന് പറയുന്ന മുഖ്യമന്ത്രി അല്ലെങ്കിൽ പിണറായി എന്ന രാഷ്ട്രീയ നേതാവിനെ കേരളം എത്രത്തോളം അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ശരിക്കുള്ള വിലയിരുത്തൽ നടക്കാൻ പോകുന്നത് ഇപ്രാവശ്യമാണ്. നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹത്തിൻ്റെ പടം വെച്ച് പ്രചരണം നടത്തേണ്ടി വരും. വയ്ക്കാൻ വേറെ ആരുമില്ല. ഇനി VS പടം വെച്ച് നടത്താൻ പറ്റില്ലല്ലോ, VS പടം വെച്ച് പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും പടം വയ്ക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും വലിയൊരു ഒരു വെല്ലുവിളിയാണ് ഇപ്പോൾ പിണറായി വിജയൻ നേരിടുന്നത്. അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ജനപിന്തുണ ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിൻ്റെ പടം വെച്ച് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് നയിക്കണം. അങ്ങനെ നയിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ ആണ് ശരിയെന്നും പിണറായി വലിയ ജനകീയ നേതാവെന്നും പറയാൻ കഴിയും. അല്ലാത്തുള്ള കാലം അതിന് കഴിയില്ല. പക്ഷേ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. കാര്യം കേരളത്തിലെ വീട്ടമ്മമാർ ഏറ്റവും കൂടുതൽ ശപിക്കുന്നത് പിണറായി വിജയനെയാണ്. സർവ്വ സാധനങ്ങൾക്ക് വില കൂട്ടി. വില കൂട്ടാത്ത ഒരിട്ട സാധനമില്ല. വീട്ടു സാധനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സാധനത്തിനും വില കൂട്ടി. കറണ്ടിന് വില കൂട്ടി, വെള്ളത്തിന് വില കൂട്ടി. ഒരു രീതിയിലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം. എന്നാൽ അതേസമയം കേരളം നേരിടുന്ന വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി. ഇതിനിടയിൽ ഇദ്ദേഹം കാണിച്ചു കൂട്ടിയുള്ള ചില വികൃതികൾ, ബസ് വാങ്ങിക്കുക, അതിനകത്ത് ലിഫ്റ്റ് വെച്ച് കയറുക, അത് യാത്രയുടെ സമയത്ത് അവരെ തലതല്ലി പൊളിക്കുക, രക്ഷാപ്രവർത്തനം എന്ന് പറയുക, ഇതൊന്നും ജനം മറന്നിട്ടില്ല. സ്വാഭാവികമായിട്ട് ഇതെല്ലാം അവർ കാത്തിരിക്കുകയാണ് ഒരു അവസരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ
ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഊതി വീർപ്പിച്ച ബലൂൺ അത് അങ്ങനെ തന്നെ നിൽക്കുമോ, കുത്തിപ്പൊട്ടിക്കപ്പെടുമോ എന്ന് ഈ 26 തെരഞ്ഞെടുപ്പാണത് വെളിവാക്കാൻ പോകുന്നത്. അങ്ങനെയാണ് എങ്കിൽ CPM ചേർത്തല ഏറ്റവും അവസാനത്തെ ജനകീയ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ എന്നുള്ള രീതിയിൽ ചേർത്തല രേഖപ്പെടുത്തും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.